ജീവിതത്തിലേക്ക് നിരന്തരമായ പരീക്ഷണങ്ങൾ വന്നേക്കാം. രോഗം കൊണ്ട് എന്റെ മകനെ, എന്റെ മകളെ അള്ളാഹു പരീക്ഷിച്ചേക്കാം. ഉമ്മയെ വാപ്പയെ തിരിച്ചു വിളിച്ച് നമ്മെ പരീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ആകെ കാത്തിരുന്ന് 10 കൊല്ലം 15 കൊല്ലം ദാമ്പത്യ ജീവിതത്തിൽ പ്രാർത്ഥനകളും ട്രീറ്റ്മെന്റുകളും നടത്തി അള്ളാഹു കനിഞ്ഞു നൽകിയ സന്താനത്തെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അള്ളാഹു കടുത്ത രോഗം കൊണ്ട് പരീക്ഷിക്കുമ്പോ പലരും നമ്മുടെ ചെവിയിൽ പിറുപിറുക്കും. എന്താ പറയാ, നിനക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് വിശ്വാസമില്ലല്ലോ, ഇതിനാ ഡോക്ടറെ അടുത്തേക്കല്ല പോവേണ്ടത്, ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കല്ല പോവേണ്ടത്, നീ കിട്ടാവുന്ന വലിയ ഹോസ്പിറ്റൽ നോക്കി പോയിട്ട് കാര്യമില്ല, ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ട് കാര്യമില്ല. ഇതിനൊക്കെ പറ്റുന്നൊരു കേന്ദ്രമുണ്ട്. അവിടെ ചെന്നാൽ ചില മറുമരുന്നുകളുണ്ട്. ആ മറുമരുന്ന് ഒരു പക്ഷേ ഒരു തകിടിൽ പലതും എഴുതി കുറിക്കലാവാം, അതല്ലെങ്കിൽ ഏലസിൽ പലതും കുത്തി കുറിക്കലാവാം, അത് തന്റെ അരയിലും തണ്ടയിലും കഴുത്തിലും ശരീരത്തിലുമായി കെട്ടലാവാം, വീടിന്റെ 4 മൂലയിലും ചിലത് കുടിച്ചിടാൻ പറയലാവാം. പ്രിയപ്പെട്ടവരെ, സന്താനത്തെ തന്ന ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ആ മനുഷ്യനെ പരീക്ഷിക്കുന്ന രീതിയാണത്. ഇവൻ ഈ പരീക്ഷണത്തിൽ തകർന്നു പോകുമോ ഇല്ലയോ എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പരീക്ഷിക്കുകയാണ്. പലരുടെയും പിറുപിറുക്കൽ കേട്ട് ആ സഹോദരനും സഹോദരിയും തന്റെ മകനെയും കൂട്ടി ഏതെങ്കിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മക്ബറകൾ തേടിയോ, സിദ്ധന്മാരെ തേടിയോ, ബീവിമാരെ തേടിയോ, ഹോജമാരെ തേടിയോ കടന്നുപോയി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചില ചെപ്പടി വിദ്യകൾ ചെയ്യുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് അതൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നത്, അതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രത്യേകത.